സ്കൂൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്രെഡ് വെച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇഫ്താറും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയതും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതുപോലെ കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കണം. ഇപ്പോൾ സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേ ടൈമിൽ തന്നെ നമ്മൾ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. സവാള നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് മസാലപ്പൊടികൾ കൂടെ വേണം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി വേണ്ടത് കുറച്ച് ചിക്കൻ മസാലയാണ്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഇതിപ്പോൾ വേവിച്ചെടുത്ത ചിക്കൻ കഷ്ണങ്ങൾ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ ചിക്കന് പകരം ബീഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ചേർത്ത് കൊടുത്തിട്ടും ഈ ഒരു ബ്രെഡ് റോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിൽ ഉപ്പൊക്കെ നോക്കണം. പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കോട്ടിങ്ങാണിത്. ഇതിപ്പോൾ ഒരു കോഴിമുട്ട കുറച്ച് പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അതുപോലെ ഒരു 4 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ബ്രെഡ് റോൾ തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് ഇതിൻ്റെ 4 വശവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡിൻ്റെതും ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിൽ നോർമലായിട്ടുള്ള കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്ന് ഒന്നെടുക്കുക. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ശേഷം ഇതുപോലെ നമ്മുടെ കൈയിൻ്റെ ഉൾഭാഗത്ത് വെച്ച് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കളയാണ്. നന്നായിട്ട് തന്നെ എല്ലാ വെള്ളവും പ്രസ് ചെയ്ത് കളയണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതൊരു ഷീറ്റ് പോലെ കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബ്രെഡ് വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രെഡ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രസ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ എടുത്ത് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് മസാല വെച്ച് കൊടുക്കരുത്. 1 ടേബിൾ സ്പൂണൊക്കെ വെച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി ചെയ്യാൻ പോണത് ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അതുപോലെ മറ്റേ ഭാഗവും കവർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സറിലും ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ റോള് തയ്യാറായി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. എല്ലാ റോള് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഓയിൽ നന്നായി ചൂടായപ്പോൾ ആദ്യത്തെ റോൾ ഇട്ടെടുത്തിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. 2 ഭാഗവും ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ റോള് റെഡിയായി കിട്ടി. ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ റോളും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോടും കൂടിയിട്ടുള്ള ചിക്കൻ ബ്രെഡ് റോള് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കാം.
നമുക്കിപ്പോൾ മാവ് കുഴച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രെഡ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണിത്. ഈ ഒരു ഐറ്റം നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.